ഒറ്റക്കൊമ്പൻ്റെ കൊമ്പൊടിച്ച് ലാലേട്ടന് ഈ കൊമ്പൊന്നും വലിയ വിഷയമല്ല എന്ന് നമ്മളെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുള്ളിയുടെ വീട്ടിൽ കൊമ്പ് വെച്ചതിൻ്റെ പേരിൽ കേസൊക്കെയുള്ള വ്യക്തിയാണ് മോഹൻലാൽ. ഞാനീ തമാശയ്ക്ക് പറഞ്ഞ കേട്ടോ. പക്ഷേ ഈ അനീഷിൻ്റെ കൊമ്പൊടിക്കാൻ ലാലേട്ടന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും നാളും ഹൗസിലെ പലരെയും പറ്റിച്ച് ഒരു നല്ല പിള്ള ഇമേജ്, സത്യസന്ധൻ ഇമേജ് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ് അനീഷ്. അനീഷ് പറയുന്നതിന് എല്ലാവർക്കും ഒരു വിലയുണ്ടായിരുന്നു. മോഹൻലാലിനും ഉണ്ടായിരുന്നു. പലപ്പോഴും വീക്കെൻഡ് എപ്പിസോഡ്സിൽ അനീഷിൻ്റെ അടുത്ത് ഓരോന്നിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ ചോദിക്കുന്ന കാണാം. അതൊക്കെയാണ് അനീഷ് ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത്. പിന്നെ പി ആറിനെ കുറിച്ച് അറിയാമെന്ന് പറയായിരുന്നു. പി ആർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നിഷ്കളങ്കനായി ചമയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അതുമാത്രമല്ല, ആ ബോട്ടിൽ ടാസ്ക് മുതൽ തന്നെ അനീഷിൻ്റെ ഒരു റിയൽ ഫേസ് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബോട്ടിൽ ടാസ്കിൻ്റെ സമയത്ത് അനീഷ് കാണിച്ചു കൂട്ടി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വാ തുറന്ന് അന്തം വിട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് ദേഷ്യവും തനിക്ക് കിട്ടിയില്ലേ ബാക്കി ആർക്കും കിട്ടണ്ട എന്നുള്ള രീതിയിലെല്ലാം ചവിട്ടി പൊട്ടിക്കുകയും ശരിക്കും അനീഷിൻ്റെ റിയൽ ക്യാരക്ടർ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇയാൾ ഇത്രയും നാൾ എങ്ങനെ ഇതിങ്ങനെ സഹിച്ചു പിടിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇപ്പം കറക്റ്റ് റിയൽ ഫേസ് പുറത്തു വന്നു. ഇത്രയും കള്ളനായ ഒരു വ്യക്തിയാണ്. ഒറ്റക്കൊമ്പനല്ല, കാട്ടുകള്ളൻ. അതാണ് ശരിക്കും പുള്ളി. ഇത്രയും നാളും അത് മറച്ചു വെച്ച് നല്ല ഡീസൻ്റായിട്ട് ഇരുന്ന് ഇന്നലെ എല്ലാം പോയി. ഞാൻ കളവ് പറഞ്ഞാൽ തന്നെ പുള്ളിക്ക് തന്നെ പറയേണ്ടി വന്നു. കാരണം 3 ദിവസം മുമ്പാണ് വിളിച്ചതെന്നുള്ളത് ലക്ഷ്മിയുടെ അടുത്തും ഒക്കെ പലപ്പോഴായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് PR ചെയ്യാൻ പോയിട്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്ന്. ഒരിക്കലും വിചാരിച്ചില്ല ലാലേട്ടൻ വന്നിട്ട് എത്ര ദിവസം മുമ്പാണെന്ന് കറക്റ്റ് വിളിച്ച് പറയുമെന്നൊന്നും വിചാരിച്ചില്ല. അതുപോലെ തന്നെ PR ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ചെന്ന് എൻ്റെ നാട്ടിൽ അന്വേഷിക്കണം, എനിക്ക് PR ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്നൊക്കെ തട്ടുവിട്ട സമയത്ത് ഇവരിതിനൊക്കെ മറുപടി കൊടുക്കുമെന്ന് പുള്ളി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ കോമണറിൻ്റെ കാര്യം പറഞ്ഞ് വലിയ കോമണർ ചമയാൻ നിന്നിട്ട് അതായിരിക്കണം മിക്കവാറും ഏഷ്യാനെ ഇത്രയും ചെയ്യാൻ വേണ്ടി പ്രകോപിച്ചിട്ടുണ്ടാകുക തന്നെ ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ പോട്ടെ കളിച്ചോട്ടെ എന്നെങ്കിലും ഏഷ്യാനെറ്റ് വിചാരിച്ചേനെ. കളിക്കാം കൊത്തി മുറത്ത് കയറി കൊത്താൻ നിന്നാൽ തിരിച്ച് കൊടുക്കും. അതാണ്. അപ്പോൾ എല്ലാ കള്ളവും അങ്ങനെ എപ്പോഴും മൂടി വെക്കാൻ പറ്റില്ല. എല്ലാം ഒരാളുടെ തലയിൽ മാത്രം ഇട്ട് എല്ലാ കള്ളവും അങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. ഒരു നാൾ സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ അനീഷിൻ്റെ ഒരു പക്ക ഫ്രോഡ് പേഴ്സണാന്നുള്ളത് പുറത്ത് വന്നത്. അത് കുറച്ചായിട്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പുറത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ക്യാമറയിൽ എൻ്റെ ഫേസ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പുറത്ത് വന്നിരുന്നു, ഉള്ളിലുള്ള ആ കള്ളത്തരമൊക്കെ. അപ്പോൾ ഇത്രയും നാളും ക്യാമറ നോക്കിയിട്ടുള്ള അഭിനയമായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. അത്രയും ക്യാമറ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ക്യാമറ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ ക്യാമറ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ 108 ക്യാമറ ഒരേ സമയം വർക്ക് ചെയ്യുന്നത് ഇത്ര നാളായിട്ടൊക്കെ മനസ്സിലായിട്ടില്ലേ. അതുമാത്രമല്ല, അയാൾ ഇപ്രാവശ്യം ജയിൽ നോമിനേഷൻ സമയത്ത് പറഞ്ഞത് നെവിൻ ബാക്കിയുള്ള ദിവസം തലചക്രം കറങ്ങുന്ന പോലെ ബെഡിലിരുന്ന് കറങ്ങും, അല്ലാതെ വീക്കെൻഡ് എപ്പിസോഡ് സമയത്ത് നെവിൻ നേരെ കിടക്കും. കാരണം അന്ന് ലൈവ് ഇല്ലല്ലോ എന്ന്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ക്യാമറയിൽ എങ്ങനെയൊക്കെ വരുന്നു എന്ന് പുള്ളി അങ്ങ് നല്ലോണം ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളെ കിച്ചണിൽ കയറി നിന്നിട്ട് പാചകം ചെയ്യുന്നത് ക്യാമറ കാണിച്ചിട്ടാണെന്ന് കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടനോട് പറഞ്ഞു കേട്ടു. ശരിക്കും ഇയാളാണ് പക്ക ഫ്രോഡ്. ഇയാളാണ് ക്യാമറ നോക്കിയിട്ട് എല്ലാം ചെയ്യുന്നത്. ക്യാമറ കിട്ടുന്നുണ്ടോ ഇല്ലയോ, പാത്രം കഴുകുന്നതിനെ പറ്റിയൊക്കെ അതൊക്കെ ക്യാമറ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി ചെയ്യുന്നയാൾ ഈ ശരിക്കും അനീഷാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഓരോരുത്തർ ചെയ്യുന്നത് നോട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്. അതുപോലെ എല്ലാവരുടെയും ഫാമിലി വന്നു പോയ ശേഷം അയാളെ ഒറ്റപ്പെടുത്തുന്നു, അയാളെ ഉപദ്രവിക്കുന്നു, സ്റ്റോർ റൂമിൽ പോകാൻ സമ്മതിക്കുന്നില്ല. എന്തൊക്കെ നാടകങ്ങളാണ് നടത്തിയത്. അതുപോലെ അഭിനയിക്കാൻ അറിയാതെ ഞാൻ ജോക്കറിൻ്റെ ബാബുവായിട്ട് അഭിനയിച്ചത് അതും പൊളിച്ചു കൊടുത്തു. ഇൻസ്റ്റാഗ്രാമിലും റീൽസൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അനീഷ്. പിന്നെ ആക്ടേഴ്സ് ആകുമ്പോൾ അവിടെ അഭിനയിച്ച് നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആക്ടേഴ്സിനെ വരെ കടത്തി വെട്ടുന്ന അഭിനയമാണ് അനീഷ് അവിടെ കാഴ്ചവെച്ച് കാണുന്നത്. അഭിനയിച്ചോട്ടെ, ഗെയിം കളിച്ചോട്ടെ, എല്ലാം ചെയ്തോട്ടെ, പക്ഷേ ഞാനവിടെ ജീവിക്കാനാണ് വന്നത്, ഗെയിം കളിക്കാനല്ല വന്നതെന്ന് നിരന്തരം പറയുന്നതിൻ്റെ ഇതാണ് മനസ്സിലാകാത്തത്. അങ്ങനെ ആൾക്കാരെ പൊട്ടന്മാരാക്കാമെന്ന് വിചാരിക്കേണ്ട.